നൈൽ നദി രക്തചുവപ്പായി മാറിയതിനെ തുടർന്ന് ഈജിപ്തിലെമ്പാടും ജലക്ഷാമം അനുഭവപ്പെട്ടു. ഫറോവ ഇസ്രായേലിയൻ ജനങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് കാലം തിരിച്ചടിക്കാൻ തുടങ്ങി. രാജ്യമെമ്പാടും തവളകളാൽ നിറഞ്ഞു. വെട്ടുകിളികൾ കൂട്ടത്തോടെ കൃഷിസ്ഥലം കയ്യേറി. ഈച്ചകളും പാറ്റകളും നിറഞ്ഞ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും അവിടെ ജീവിക്കാൻ രക്ഷയില്ലാതായി. മഴയ്ക്ക് പകരം ഐസ് മഴ പെയ്തു. 3 ദിവസത്തോളം അവിടെ സൂര്യൻ പോലും ഉദിച്ചില്ല. ജലക്ഷാമവും പട്ടിണിയും കൂടി വന്നു. വളർത്തുമൃഗങ്ങളും കന്നുകാലികളും മരിച്ചു വീഴാൻ തുടങ്ങി. സഹികെട്ട ഫറോവയാണെങ്കിൽ അവസാനം അവരെ അവിടെ നിന്ന് പോവാൻ അനുവദിക്കുവാണ്. അങ്ങനെ മോസസ് ആ ജനങ്ങളെല്ലാം കൊണ്ട് അവിടെ നിറങ്ങുവാണ്. എന്നാൽ ഫറോവയും സൈന്യവും അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. മോസസ് ജനങ്ങളെയും കൊണ്ട് കുറെ യാത്ര ചെയ്ത് അവസാനം റെഡ് സീയുടെ അടുത്തെത്തി. പോകാൻ വേറെ വഴികളുണ്ടായിരുന്നില്ല. എന്നാൽ മോസസ് തന്റെ കയ്യിലുള്ള വടി കടലിന് നേരെ ചൂണ്ടിയതും കടൽ രണ്ടായി പിളരുകയാണ്. അങ്ങനെ മോസസും ജനങ്ങളും അതുവഴി നടന്നു നീങ്ങി. അപ്പോഴേക്കും ഫറോവയും സൈന്യവും കൊലവിളിയുമായി അവിടേക്ക് എത്തിയിരുന്നു. ജനങ്ങൾ മറുകരയിൽ എത്തിയതും അവരെ ആക്രമിക്കാൻ വന്ന ഫറോവയും സൈന്യത്തെയും കടൽ വിഴുങ്ങുവാണ്. അപ്പോൾ